നമസ്കാരം, ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ വോളിയം ഓഫ് ക്യൂബ്, ക്യൂബോയിഡ് ആൻഡ് സിലിണ്ടർ ഇതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് വോളിയം ഓഫ് 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ഓർ സോളിഡ് ഷേപ്പിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വോളിയം എന്താണ്? വോളിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എമൗണ്ട് ഓഫ് സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ്. എമൗണ്ട് ഓഫ് സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ്, അതായത് ഒരു വോളിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു 3D ഷേപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എത്ര സ്പേസ് ഉൾക്കൊള്ളുന്നു എന്നതാണ് വോളിയം. അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്പേസിൻ്റെ അളവിനെയാണ് വോളിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പുള്ള വാട്ടർ ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ ആ വാട്ടർ ബോട്ടിൽ എത്ര വെള്ളം കൊള്ളും, ആ വാട്ടർ ബോട്ടിൽ നിറയ്ക്കാൻ പറ്റുന്ന വെള്ളത്തിന്റെ അളവിനെയാണ് വോളിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ക്യൂബോയിഡ് ബോക്സ് ആയാലും ഒരു ക്യൂബ് ഷേപ്പുള്ള ബോക്സ് ആയാലും നമ്മൾ അതിൻ്റെ ഉള്ളിൽ എത്ര സ്പേസ് ഉണ്ട്, എത്ര സ്പേസ് അതിലുണ്ട് എന്നതാണ് അതിൻ്റെ വോളിയം എന്നതുകൊണ്ട് നമ്മൾ പറയുന്നത്. അതാണ് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള സ്പേസിനെയാണ് വോളിയം എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ്, വോളിയത്തിന്റെ യൂണിറ്റ് ഏത് യൂണിറ്റിലാണ്, എങ്ങനെയാണ് നമ്മൾ വോളിയത്തിന്റെ യൂണിറ്റ് കണക്കാക്കുന്നത് എന്ന് നോക്കാം. ക്യൂബിക് യൂണിറ്റിലാണ് വോളിയത്തിന്റെ യൂണിറ്റ് പറയുന്നത്. ക്യൂബിക് ആണ്. ഇപ്പോൾ സെന്റിമീറ്ററിലാണ് പറയുന്നതെങ്കിൽ അതിനെ സെന്റിമീറ്റർ ക്യൂബ്, മീറ്ററിലാണെങ്കിൽ അത് മീറ്റർ ക്യൂബ്. ഈ രീതിയിലാണ് വോളിയത്തിന്റെ യൂണിറ്റ് പറയുന്നത്. ഇപ്പോൾ ഏരിയയുടെ യൂണിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഏരിയ ഒരു 2D ഷേപ്പാണ്, അതുകൊണ്ട് തന്നെ അത് സ്ക്വയറിലാണ് പറയുന്നത്. ഇപ്പോൾ റെക്റ്റാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ പറയുന്നത് സ്ക്വയറിലാണ് പറയുന്നത്. ഇപ്പോൾ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇവിടെ ലെങ്ത്തിന്റെ ഇപ്പോൾ 1 സെന്റിമീറ്റർ ആണ് ലെങ്ത് എങ്കിൽ 1 സെന്റിമീറ്റർ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ വരുന്നത്. അപ്പോൾ 1 സെന്റിമീറ്റർ ഇൻറ്റു 2 സെന്റിമീറ്റർ ഇൻറ്റു 1 സെന്റിമീറ്റർ ആണെങ്കിൽ ലെങ്ത് 2 ആയിട്ട് എടുക്കാം, ബ്രെഡ്ത്ത് 1 ആയിട്ട് എടുക്കാമെങ്കിൽ എങ്ങനെയാ വരിക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സെന്റിമീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇത് ഏരിയയുടെ യൂണിറ്റ് സ്ക്വയറിലാണ് പറയുന്നത്. ദെൻ വോളിയത്തിന്റെ യൂണിറ്റ് വരുമ്പോൾ ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും അതുപോലെ തന്നെ ഹൈറ്റും യൂസ് ചെയ്യണം. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ യൂണിറ്റ് എങ്ങനെ വരും? എൽ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ സെന്റിമീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ, ദാറ്റ് ഈസ് സെന്റിമീറ്റർ ക്യൂബ് ആണ് വരുന്നത്. അപ്പോൾ യൂണിറ്റ് സെന്റിമീറ്റർ ക്യൂബ്, മീറ്റർ ആണെങ്കിൽ മീറ്റർ ക്യൂബ്. ഈ രീതിയിലാണ് യൂണിറ്റ് പറയുന്നത്. ദാറ്റ് ഈസ് ക്യൂബിക് യൂണിറ്റിലാണ് 3D ഷേപ്പിന്റെ വോളിയം പറയുന്നത്. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ദെൻ ക്യൂബോയിഡിന്റെ വോളിയം കാണേണ്ട ഇക്വേഷൻ നോക്കാം. ക്യൂബോയിഡിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം കാണേണ്ട ഇക്വേഷൻ വരുന്നത്. ഇവിടെ ലെങ്ത് ഏരിയ ഇൻറ്റു, അതായത് ഇതിന്റെ ഫ്ലാറ്റ് ബോട്ടത്തിന്റെ ഏരിയ ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് വരുന്നത്. ഏരിയ ഓഫ് ബേസ് മീൻസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഏത് വരും? ഇതിന്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതിന്റെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്? ഹൈറ്റ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെയാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് വരുന്നത് വോളിയത്തിൽ. ഏരിയ ഓഫ് ദ ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ഏരിയ ഓഫ് ദ ബേസ് ഏതാ വരുന്നത്? 6 ഇൻറ്റു ലെങ്ത് 6 ആണ്, ബ്രെഡ്ത്ത് 3 ആണ്. അപ്പോൾ 6 ഇൻറ്റു 3 ഇൻറ്റു ഹൈറ്റ്, ഏരിയ ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് 2. ഈ രീതിയിലാണ് വരുന്നത്. ദാറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ദാറ്റ് ഈസ് വോളിയം ഓഫ് ക്യൂബോയിഡ് ഈസ് ഈക്വൽ ടു L ഇൻറ്റു B ഇൻറ്റു H.
3 into 2 is 6 and 6 into 6 is 36. Then volume of cube. ക്യൂബോയിഡിന്റെ വോളിയം കണ്ടിക്കേഷൻ L into B into H ആണ്. ഇവിടെ വോളിയം ഓഫ് ക്യൂബ് ആണ്. ക്യൂബ് നമ്മൾക്കറിയാം ഓൾ സൈഡ് ഈക്വൽ ആയിരിക്കും. ക്യൂബിൽ ഓൾ സൈഡ് ആർ ഈക്വൽ ആണ്. എല്ലും ബിയും എച്ചും എന്തായിരിക്കും? ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലിന് പകരം എല്ലും ബിയും എച്ചും എന്തായി മാറും? എൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് എൽ ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു എൽ ക്യൂബ് എന്ന് പറയുന്നത്. ഇവിടെ സൈഡ് എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എ ഇൻറ്റു എ എന്ന് എഴുതാം. അത് ഏത് ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം? സോ എ ക്യൂബ്. ക്യൂബിന്റെ വോളിയം കാണേണ്ട ഇക്വേഷൻ ആണ് എ ക്യൂബ്. അല്ലെങ്കിൽ എൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എൽ ക്യൂബ് എന്ന് എഴുതാം. സോ നെക്സ്റ്റ് സിലിണ്ടറിന്റെ ഏരിയ വോളിയം കാണേണ്ട ഇക്വേഷൻ ആണ് പറയുന്നത്. സിലിണ്ടറിൽ നമ്മൾക്കറിയാം ടോപ്പും ബോട്ടവും എന്തായിരിക്കും? സർക്കുലർ ഷേപ്പിലാണ്, സർക്കിൾ ആണ്. ദെൻ അതുപോലെ തന്നെ കർവ്ഡ് ഷേപ്പും കൂടെ വരുന്നുണ്ട്. ലാറ്ററൽ ഏരിയ കർവ്ഡ് ആയിട്ടാണ് വരുന്നത്. സോ ടോപ്പും ബോട്ടവും സർക്കിളിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സിലിണ്ടറിന്റെ വോളിയം കാണാൻ ഏരിയ ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് പറയുന്നത്. നമ്മൾ ക്യൂബോയിഡിന്റെ കേസിലും ക്യൂബിന്റെ കേസിലും ഏരിയ ഓഫ് ബേസ് L ഇൻറ്റു ബി ആണ്, ഇൻറ്റു ഹൈറ്റ് ആണ് പറയുന്നത്. ഏരിയ ഓഫ് ബേസ് ഈ ഒരു പോർഷൻ ആണ് ബേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. എങ്കിൽ ഏരിയ ഓഫ് ബേസ് ഈസ് ഈക്വൽ ടു L ഇൻറ്റു ബി ഇൻറ്റു ഹൈറ്റ് H. ദറ്റ് ഈസ് LBH. അതാണ് വോളിയം ഓഫ് ക്യൂബോയിഡ്. ഇത് ഇവിടെ ക്യൂബ് ആണെങ്കിൽ വോളിയം ഓഫ് ക്യൂബ് ഈസ് ഈക്വൽ ടു എ ക്യൂബ് അല്ലെങ്കിൽ എൽ ക്യൂബ് എന്നെടുക്കാം. സൈഡ് ഏതാണോ നമ്മൾ ഏത് ലെറ്റർ ഉപയോഗിച്ചാണോ ഡിനോട്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് എ ആണെങ്കിൽ എ ക്യൂബ് അല്ലെങ്കിൽ എൽ ആണെങ്കിൽ എൽ ക്യൂബ് എന്ന് യൂസ് ചെയ്യാം. ദെൻ നമ്മൾക്ക് ഇവിടെ കാണേണ്ടത് വോളിയം ഓഫ് സിലിണ്ടർ ആണ്. സിലിണ്ടറിന്റെ കേസിൽ വരുമ്പോൾ ഏരിയ ഓഫ് ബേസ്, ഒരു സിലിണ്ടറിന്റെ ബേസ് ആണ് ഇവിടെ പറയുന്നത്. ഏരിയ ഓഫ് ബേസ്, ഇതിന്റെ ബേസ് ഏതാണ് വരുന്നത്? സർക്കിൾ മോഡലിലാണ് വരുന്നത്. സർക്കിൾ ഷേപ്പിലാണ് ബേസ് വരുന്നത് സിലിണ്ടറിന്റെ. സോ സർക്കിളിന്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ അറിയാം. എന്താണ് സർക്കിളിന്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ? പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ ആണ് സർക്കിളിന്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ. അപ്പോൾ ഏരിയ ഓഫ് ബേസ് ഇൻറ്റു എന്ത് വന്നു? ഹൈറ്റ് എച്ച് ഇൻറ്റു എച്ച്. ദാറ്റ് ഈസ് പൈ ആർ സ്ക്വയർ എച്ച്. പൈ ആർ സ്ക്വയർ എച്ച്. അങ്ങനെയെങ്കിൽ വോളിയം സിലിണ്ടറിന്റെ വോളിയം കാണേണ്ട ഇക്വേഷൻ ആണ് പൈ ആർ സ്ക്വയർ എച്ച്. പൈ ആർ സ്ക്വയർ എച്ച്. ഇപ്പോൾ ക്യൂബോയിഡിന്റെ വോളിയം കാണേണ്ട ഇക്വേഷൻ ആണ് LBH. ആൻഡ് ക്യൂബിന്റെ കേസിൽ വരുമ്പം L ക്യൂബ്. ആൻഡ് സിലിണ്ടറിന്റെ പൈ ആർ സ്ക്വയർ എച്ച്. ഇതിന്റെ യൂണിറ്റ് ക്യൂബിക്കിലാണ് പറയാം. ക്യൂബിക്കിലാണ് യൂണിറ്റ് വരുന്നത്. അതായത് സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ്, മീറ്റർ ആണെങ്കിൽ മീറ്റർ ക്യൂബ്. ഈ രീതിയിലാണ് വോളിയം കാണേണ്ട ഇക്വേഷൻ വരുന്നത്. നെക്സ്റ്റ് വോളിയം ആൻഡ് കപ്പാസിറ്റി. വോളിയം ആൻഡ് കപ്പാസിറ്റി ആണ് പറയുന്നത്. വോളിയം മീൻസ് സ്പേസ് ഇൻസൈഡ് എ സോളിഡ് ഷേപ്പ്. അതിന്റെ ഉള്ളിലുള്ള സ്പേസ് ആണ്. അതിന്റെ ഉള്ളിൽ എത്ര സ്പേസ് ഉൾക്കൊള്ളുന്നു ആ സ്പേസിന്റെ അളവിനെയാണ് വോളിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് ഇൻ കപ്പാസിറ്റിയിൽ വരുമ്പോൾ അതിൽ ആ ഒരു കണ്ടെയ്നറിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ലിക്വിഡ് ആണ്. എത്ര ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ആണ് പറയുന്നത് കപ്പാസിറ്റി. ലിക്വിഡിന്റെ അളവിനെയാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ലിക്വിഡിന്റെ അളവാണ് കപ്പാസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇവിടെ നോട്ടായിട്ട് തന്നിട്ടുണ്ട്. ഇഫ് എ വാട്ടർ ടിൻ ഹോൾഡ് 100 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് വാട്ടർ, ദെൻ ദ കപ്പാസിറ്റി ഓഫ് വാട്ടർ ടിൻ. അങ്ങനെയെങ്കിൽ ഒരു വാട്ടർ ടിന്നിൽ 100 സെന്റിമീറ്റർ ക്യൂബ് വെള്ളം ഉൾക്കൊള്ളും എന്നാണ് പറയുന്നത്. ദെൻ അങ്ങനെയെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി ഓഫ് വാട്ടർ, അതിൻ്റെ കപ്പാസിറ്റി, ആ വാട്ടർ ടിന്നിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ക്യൂബ്, അതായത് 100 ക്യൂബിക് സെന്റിമീറ്റർ എന്നാണ് പറയുന്നത് അതിൻ്റെ കപ്പാസിറ്റി ഓഫ് വാട്ടർ ടിൻ. വാട്ടർ ടിന്നിൻ്റെ കപ്പാസിറ്റി എന്ത് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? 100 സെന്റിമീറ്റർ ക്യൂബ്. അതാണ് കപ്പാസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കപ്പാസിറ്റി ഈസ് ഓൾസോ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ലിറ്റർ. കപ്പാസിറ്റി ഏതിലാണ് മെഷർ ചെയ്യുന്നത്? ലിറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്. ദ റിലേഷൻ ബിറ്റ്വീൻ ലിറ്റർ ആൻഡ് സെന്റിമീറ്റർ ക്യൂബ്. നമ്മൾ വോളിയം ആകുമ്പോൾ അധികം എന്താണ് സെന്റിമീറ്റർ ക്യൂബ്, മീറ്റർ ക്യൂബിൽ അതിലാണ് പറയുന്നത്. ബട്ട് കപ്പാസിറ്റി ആകുമ്പോൾ അത് ലിറ്ററിലാണ് പറയുന്നത്. 1 ml ml എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 സെന്റിമീറ്റർ ക്യൂബ് ഓർ 1 ക്യൂബിക് സെന്റിമീറ്റർ. 1 ക്യൂബിക് സെന്റിമീറ്റർ എത്രയായിരിക്കും? 1 ml ആയിരിക്കും. അതുപോലെ 1 ലിറ്റർ എത്രയായിരിക്കും? 1000 സെന്റിമീറ്റർ ക്യൂബ്. 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 സെന്റിമീറ്റർ ക്യൂബ്. 1 meter cube is equal to 10 lakhs സെന്റിമീറ്റർ ക്യൂബ് ആണ്. 10 lakhs സെന്റിമീറ്റർ ക്യൂബ് ആണ് 1 മീറ്റർ ക്യൂബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 മീറ്റർ ക്യൂബ് ഏതിന് ഈക്വൽ ആയിരിക്കും? 10 lakhs സെന്റിമീറ്റർ ക്യൂബ്. ഇവിടെ 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ ആണ്. 1 മീറ്റർ 100 സെന്റിമീറ്ററിന് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ 1 മീറ്റർ ക്യൂബ് മീൻസ് 1 മീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു 100. കാരണം ഇവിടെ ക്യൂബാണ് വരുന്നത്, മീറ്റർ ക്യൂബാണ് വരുന്നത്. So 100 into 100, that is 10 lakhs centimeter cube. 10 lakhs centimeter cube. That's equal to 1000 liter. അത് ഏതിന് ഈക്വൽ ആണ്? 1000 ലിറ്ററിന് ഈക്വൽ ആണ്. 1000 ലിറ്റർ, that's equal to 1000 liter. 1000 liter. Then next എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സസൈസ് പാർട്ട് ഉണ്ട്. എക്സസൈസ് 9.3 ഉണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ എക്സസൈസ് 9.3 സോൾവ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ദെൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.